بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കണേ, മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരഗതമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം നൽകുമാറാവട്ടെ. ഈ രാപ്പകലുകളിൽ അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ റമളാനിനെ സമ്പുഷ്ടമാക്കാൻ നമുക്ക് അല്ലാഹു ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കലും നമുക്ക് പറയാനോ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഖനമുള്ള പ്രതിഫലങ്ങളുള്ള രാപ്പകലുകളിലൂടെയാണ്, അല്ലെങ്കിൽ അത്ര വിലയുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മരണപ്പെട്ടവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ആഗ്രഹം നിങ്ങൾ പറയൂ, അത് ഞാൻ നിങ്ങൾക്ക് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞാൽ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിൽ ഒരു ദിവസം ഞങ്ങൾക്ക് തരുമോ എന്നവർ ചോദിക്കും. കാരണം അവർ ബർസഖിലാണ്. ഇനി അവർക്ക് അവരുടെ യാത്ര, യഥാർത്ഥ ലോകത്തുള്ള യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ യാത്രയുടെ പര്യവസാനം എവിടെയാണ്? നരകത്തിലാണോ സ്വർഗത്തിലാണോ? അതിന്റെ അനുഭവങ്ങളാണ് ബർസഖിലുള്ളത്. അപ്പോൾ അവർ ചോദിക്കും, ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി, ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ അവർ ആലോചിക്കുകയാണ്. ഞങ്ങൾക്ക് അമൽ ചെയ്യണം, ആ അമലിന് കണക്കില്ലാത്ത പ്രതിഫലം കിട്ടണം. അതിന് ഏത് ദിവസം നല്ലത്? അവരാലോചിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, റമളാനിൽ ഒരു ദിവസം നല്ലത്. അവർ ചോദിക്കും റബ്ബിനോട്. പക്ഷെ അവർക്ക് അതിന് അവസരമില്ല. മരണത്തിന് ശേഷം അമലുകൾക്ക് അവസരമില്ല. അവിടെ വിചാരണയുടെ അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ലോകമാണ്. മരണത്തിന് മുമ്പാണ് അമലുകൾക്ക് അവസരമുള്ളത്. അപ്പോൾ മൂടുകല്ലുകൾക്ക് അടിയിൽ കിടക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയും, റമളാനിൽ ഒരു ദിവസം ഞങ്ങൾക്ക് തരുമോ എന്ന്. അവർക്കതിന്റെ വില അറിയാം.
പക്ഷേ അതിന്റെ മുകളിൽ നടക്കുന്ന എനിക്കും നിങ്ങൾക്കും പലപ്പോഴും നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്ന ഞാനും പിന്നെ നിങ്ങളൊക്കെ സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുന്നു. ഉറങ്ങിത്തീർക്കുന്നവർ, വെറുതെ ഇരിക്കുന്നവർ, സോഷ്യൽ മീഡിയകളിൽ വെറുതെ സമയം തള്ളി നീക്കുന്ന ആളുകൾ, മറ്റുള്ള മാസങ്ങളിൽ നിന്നും ഈ മാസത്തെ പ്രത്യേകിച്ചൊരു സമയം അതിന്റെ ഗൗരവം കാണാത്ത ആളുകൾ. പറഞ്ഞു വരുന്നത്, നമുക്ക് ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലെ പലർക്കും അവസരം കൊടുക്കാത്ത റമളാൻ എനിക്കും നിങ്ങൾക്കും അവസരം തന്നു. അവസരം കിട്ടിയിട്ട് അമൽ ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് അതിന്റെ മഹത്വം അറിയുന്നില്ല. മരണപ്പെട്ടു പോയ ആളുകൾ മഹത്വം അറിയുന്നു, പക്ഷെ അമലിന് അവസരമില്ല. ഖബറിലെത്താത്ത ആളുകൾക്ക് അവർ അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അമലും ചെയ്യുന്നില്ല. അതാണ് അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇവിടെ ഞാൻ സംസാരിക്കേണ്ടത് ഒരു 3-4 ക്ലാസുകൾ അഖ്താഉ ശായിഅ എന്നുള്ളതാണ്. അഥവാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ നമ്മൾ അറിയാതെ, പലപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് ഒരു 3-4 ക്ലാസ്സുകളിലായിട്ടുള്ള ഒരു സീരീസ് ആയിക്കൊണ്ട് സംസാരിക്കേണ്ടത്. പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല നിലക്കുള്ള അബദ്ധങ്ങൾ വരാം. ഒന്ന്, അഖീദയിൽ നമ്മുടെ വിശ്വാസപരമായ തെറ്റുകൾ വരാം. അഖീദയെ ബാധിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും എല്ലാം ഉണ്ടാകാം. അതാണ് ഏറെ ഗൗരവം. അതേപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൽ അഥവാ കർമ്മ രംഗത്ത്, കർമ്മശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ കർമ്മരംഗത്തിൽ, നമസ്കാരത്തിൽ, നമ്മുടെ നോമ്പിൽ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കർമ്മരംഗത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നമുക്ക് അബദ്ധം വരാം. സ്വഭാവ രംഗത്ത്, പെരുമാറ്റ രംഗത്ത്, വൈയക്തിക രംഗത്ത്, കൗടുംബിക രംഗത്ത്, ഇങ്ങനെയൊക്കെ ഒരു മുസ്ലിമിന് പാടില്ലാത്ത, മുസ്ലിം ഗൗരവമായി കാണേണ്ട സംഗതികളുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അഖീദയുടെ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങൾ, പോരായ്മകൾ, പുഴുക്കുത്തുകൾ. അത് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും വളരെ കുറച്ച് സംഗതികൾ മാത്രം സെലക്ട് ചെയ്ത് പറയണം, സൂചിപ്പിക്കണം എന്ന് തോന്നുന്ന ചില സംഗതികളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയപ്പെടുക. ആദ്യമായി കൊണ്ട് അതിൽ അഖീദയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ആണ് ഞാൻ ചർച്ചയ്ക്കെടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ അബ്ദ ല യതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹ്. ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള ഒരു വാക്ക് പറയും. ഒരു വാക്ക് ലാ യുൽഖി ലഹാ ബാല, അതിന് വലിയ വിലയൊന്നും അയാൾ കൊടുത്തിട്ടില്ല. അല്ലാഹ്, പക്ഷെ അല്ലാഹു ഇല്ലാത്ത ഇഷ്ടമുള്ള ഒരു വാക്കാണ് അയാൾ പറഞ്ഞത്. അയാൾ നിസ്സാരമായി കണ്ട ഒരു വാക്കാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലാത്ത തൃപ്തി ഉള്ളൊരു വാക്ക്, ഒരു ഇടപെടൽ, ഒരു പ്രവർത്തനം, ഒരു കാൽവെപ്പ് ഒക്കെ അയാൾ നടത്തി. അയാൾ അത്ര വലിയ കൂലി കിട്ടുന്നെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ യർഫഹു അല്ലാഹു ബിഹാ ദറജാത്ത്, സ്വർഗ്ഗത്തിൽ അയാൾക്ക് ഉന്നതമായ സ്ഥാനം, അല്ലെങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ സ്ഥാനം നേടാൻ ആ ഒരു വാക്ക് കൊണ്ട്, ആ ഒരു പ്രവർത്തനം കൊണ്ട്, ആ ഒരു നോട്ടം കൊണ്ട്, ആ ഒരു ഇടപെടൽ കൊണ്ട് അയാൾക്ക് സാധിക്കും. അത്ര വലിയ ഒരു വാക്കാണ്. പക്ഷെ അയാൾക്ക് അതിന്റെ കനം അറിയില്ലായിരുന്നു. ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, വഇന്നൽ അബ്ദ ല യതകല്ലമു ബിൽ കലിമ മിൻ സഖത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം വാരി കൂട്ടുന്ന ഒരു വാക്ക് ഒരാൾ പറയുന്നു, ഒരു ഇടപെടൽ അയാൾ നടത്തുന്നു. എന്നിട്ട് അയാൾ അതിനെ ലാ യുൽഖി ലഹാ ബാലൻ, അയാൾ അതൊരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല, നിസ്സാരമില്ല എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. അയാൾക്കറിയാം തെറ്റാണ്, പക്ഷെ അത്ര ഗൗരവം അയാൾ കണ്ടിട്ടില്ല. എന്നിട്ട് അയാൾ അത് സംസാരിക്കുന്നു, യഹ്വി ബിഹാ ഫീ ജഹന്നം, നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ആപതിക്കാൻ ആ ഒറ്റ വാക്ക് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതിനെ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചു. ആ വിശദീകരണങ്ങളിൽ അഖീദയുടെ രംഗത്ത് വരുന്ന കാര്യം പണ്ഡിതന്മാരെ ഏറെ എടുത്തു പറഞ്ഞു. നമ്മുടെ അഖീദ ഫസാദാക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ചില വാക്കുകൾ, ചില പ്രവർത്തനങ്ങൾ, ചില ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ നമ്മളത് നിസ്സാരമാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ അതിന് വലിയ വില പരലോകത്ത് അയാൾ കൊടുക്കേണ്ടി വരും എന്ന് പണ്ഡിതന്മാരായ ആളുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പൊ നമുക്കറിയാം സഹോദരന്മാരെ, ഈമാൻ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ്
അതിന്റെ 6ാമത്തെ തൂണായിക്കൊണ്ട് ഖദർ അഥവാ വിധിവിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചു. ഖദറിനെ കുറിച്ച് നമ്മുടെയൊക്കെ ഖദറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. നമ്മൾ എവിടെ ജീവിക്കും, ആരുടെ മകനായി മകളായി ജീവിക്കും, എത്ര കാലം ജീവിക്കും, എന്ത് കഴിക്കും, ഇന്ന് ഈ സമയത്ത് ഇവിടെ ഇരിക്കും, ഇന്ന് ഞാൻ സംസാരിക്കും, നിങ്ങൾ കേൾക്കും, A to Z കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. എന്നാ തീരുമാനിച്ചത്? നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പോ? അപ്പൊ തീരുമാനിച്ചതാണോ? അതിൽ സൃഷ്ടിച്ചതിന് ശേഷം ഓരോന്നും അപ്പം തീരുമാനിക്കുകയാണോ? അള്ളാഹുവിന്റെ ഖദറിന് ഒരുപാട് മർത്തബകളുണ്ട്, ഘട്ടങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖദ്ദറൽ മഖാദിറൽ ഖലായിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഖദറുകളെല്ലാം കണക്കാക്കി. ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ ബിഖംസീന അൽഫ സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്. എപ്പോഴാണ്? 50,000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നു. അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട്, വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കണക്കാക്കി, എത്രയോ കാലം മുമ്പ് കണക്കാക്കി. നമുക്ക് ഇന്നൊരു വലിയൊരു അപകടം സംഭവിക്കുന്നു. ഈ അപകടം സംഭവിക്കുമ്പോൾ അത് താങ്ങാൻ വയ്യാതെ വല്ലാത്ത പ്രശ്നത്തിലായി, ഡിപ്രഷനായി, വല്ലാത്ത നഷ്ടബോധത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അമിതമായ ദുഃഖം മുഅ്മിനിനില്ല, അമിതമായ സന്തോഷവും മുഅ്മിനിനില്ല. എല്ലാം താളം മറിയും, എന്തും സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോ തീരുമാനിച്ചതാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതേ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കൂ. ഓ മൗലാന, അവൻ ഞങ്ങളുടെ മൗലയാണ്, രക്ഷാധികാരിയാണ്. അള്ളാഹ്ക്ക് ഒരു ഖദറുണ്ട്, ഒരു തീരുമാനമുണ്ട്, അതേ നടക്കൂ. അത് അള്ളാഹു എന്നോ തീരുമാനിച്ചതാണ്. ഈ ഒരു സെക്കൻഡിലാണ്, ഈ നിമിഷത്തിലാണ് എനിക്കത് സംഭവിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ മൈക്രോസെക്കൻഡ് തൊട്ട് മുമ്പ് അള്ളാഹ്ക്ക് അറിയാം, അതുവരെ അള്ളാഹ്ക്ക് അറിയാം, അപ്പോഴും അള്ളാഹ്ക്ക് അറിയാം, അതിന് ശേഷം അള്ളാഹ്ക്ക് അറിയാം എന്താ സംഭവിക്കാനുള്ളത്. അത് നടക്കും, യാതൊരു സംശയമില്ല. അതിൽ എന്ത് ചെയ്യണം എന്നുള്ള നിലപാട് പഠിപ്പിച്ചു. ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു വാക്കാണ് എന്ത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത്, ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഒരു ആക്സിഡന്റ് സാധാരണ നമ്മൾ പള്ളിയിലേക്ക് വരാറുള്ളത് നടന്നിട്ട് വരാറുള്ളത്. അങ്ങനെ നമ്മളൊരു ളുഹറിന് പള്ളി വരുന്ന സമയത്ത്, ഒരു അസറിന് പള്ളി വരുന്ന സമയത്ത് ബൈക്ക് എടുത്തു വന്നു. അങ്ങനെ ബൈക്ക് വേറൊരു വണ്ടിക്ക് ഇടിച്ച് നല്ല പരിക്ക് പറ്റി, നമ്മളെ കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു. അപ്പൊ നമ്മൾ പറയണത്, ആ ബൈക്ക് എടുക്കാൻ തോന്നിയതിന്, അല്ലെങ്കിൽ ആ സ്കൂട്ടർ എടുക്കാൻ തോന്നിയതിന് സാധാരണ ഞാൻ ഇങ്ങനെ വരാറില്ല, എന്തിനാണ് ഇതിങ്ങനെ പറയണ കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് പറയണത്? അത് സംഭവിക്കാനുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് വരും അപകടം. സംഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാണെങ്കിൽ അദ്ദേഹം ബൈക്ക് എടുത്താലും ബൈക്ക് എടുത്തില്ലെങ്കിലും വരും. അള്ളാഹു തീരുമാനിച്ചത് നടക്കൂ. അള്ളാഹു തീരുമാനിച്ചതേ നടക്കൂ. അതുകൊണ്ട് ഞാൻ അവിടെ ബ്രേക്ക് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അവിടെ പോയിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ എന്തിനാ പയ്യിൽ തലയിട്ടത്? അതുകൊണ്ടാണല്ലോ എന്ന് മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ലൗ എന്ന് പറയാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ അസാബക ഷൈ, നിനക്ക് എന്ത് വൈൻ അസാബക ഷൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ വകദാ, അല്ലെങ്കിൽ ലൗ അന്നി ഫഅൽതു കദാ വകദാ. അഥവാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഇപ്പൊ മനുഷ്യന്മാർ പറയാണ്, പടച്ചോനെ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ എത്ര നന്നായേനെ എന്നൊരു പരിക്ക് പറ്റുന്ന സമയത്ത് ഒരു മുഅ്മിൻ പറയുക എന്നുള്ളത് മുഅ്മിന്റെ വർത്താനമല്ല, അത് ഖദറിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ഖദറിന് പരിക്ക് പറ്റുന്ന വർത്താനാണ്. ലൗ എന്ന് പറയാൻ പാടില്ല. ലാ തഖൂലു ലൗ. ലൗ എന്ന് പറഞ്ഞ അർത്ഥം അറബിയിൽ ലൗ എന്ന് പറഞ്ഞാൽ ആയിരുന്നെങ്കിൽ, ഞാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ പോയിരുന്നെങ്കിൽ, ഞാൻ വണ്ടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ. നമ്മൾ പറയാം, നമ്മളൊരു ബസ്സിന് കൈയ്യട്ടി കോഴിക്കോട്ടേക്ക് നമുക്ക് പോകണം, കക്കാടെത്തി ഭയങ്കര തിരക്കിൽ പെട്ടെന്ന് നമുക്ക് കോഴിക്കോട് എത്തണം. കക്കാട് നമ്മൾ കോഴിക്കോട് ബസ്സിന് കൈയ്യട്ടി. അപ്പൊ ഒരു ഒഴിഞ്ഞ ബസ് അങ്ങനെ ഒരു പിന്നെ വന്നിയൊരു ഭാഗത്ത് നിന്ന്, അല്ലെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്.
നല്ല ഒഴിഞ്ഞു വെച്ചാൽ നല്ല പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കണം, നമ്മളിങ്ങനെ കാണുന്ന സീറ്റ് ഒഴിഞ്ഞെടുക്കണം. പക്ഷെ ആ ചങ്ങായി നിർത്താതെ പോയി, ആ ബസ്സുകാരൻ നിർത്താതെ പോയി. അപ്പൊ അതിനെ കുറെ പ്രാഗി പറഞ്ഞു, ഭയങ്കര ദേഷ്യം പിടിച്ച്, നമ്മളെ സമയം തെറ്റിയാണ്, ഇപ്പൊ തന്നെ അല്ലെങ്കിൽ തന്നെ വൈകി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കാത്തുനിന്ന് അപ്പൊ വേറൊരു ബസ് വന്നു, അതിൽ കയറി നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ പോയി. കുറെ കഴിഞ്ഞതിന് ശേഷം ഒരു ചേളാരി എത്തിപ്പുണ്ട്, നമ്മൾ ആദ്യം പോയ ബസ് കുത്തി മറിഞ്ഞെടുക്കണം. കുറെ ആളുകൾക്ക് പരിക്ക് പറ്റിയിരിക്കണ, ആംബുലൻസ് വരുന്നത്, അതിന്റെ ഡ്രൈവർ മരിച്ചിട്ടുണ്ട്, ഭയങ്കര സീനാണ്. അപ്പൊ നമ്മൾ പാടിച്ചം കാത്തു. ഞാൻ അതിൽ കയറികളെന്റെ അവസ്ഥ എന്താ? ഞാനതിൽ കയറിയിരുന്നെങ്കിൽ, ഞാനതിൽ കയറാതിരുന്നെങ്കിൽ, ഞാൻ അതിൽ കയറിയിരിക്കണമെങ്കിൽ അപകടം പറ്റുമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടോ? അത് മുസ്ലിമിന് പറയാൻ പറ്റില്ല. നമ്മൾ സ്ഥിരം പറയുന്ന വർത്താനാണ്. അതാണ് ഈ വിഷയം. സ്ഥിരം നമ്മൾ പറയണ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് രക്ഷപ്പെട്ടു. ഹെൽമെറ്റ് വെച്ചോനെ, ഹെൽമെറ്റ് തലയുണ്ട്, എല്ലുണ്ട്, ഷാള് മരിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് തലയുണ്ടായിട്ട് ഹെൽമെറ്റ് പൊട്ടിയിട്ട് തല പൊട്ടിയ ആൾക്കാരുണ്ട്. ഹെൽമെറ്റ് ഇല്ലാണ്ട് രക്ഷപ്പെടാത്തോളം. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം, അത് നിർബന്ധമാണ്, അത് നിർബന്ധമാണ്. നമുക്ക് അപകടം പറ്റാത്ത കാര്യങ്ങൾ അതിനുള്ള ഗവൺമെന്റ് പറയുന്നതും അതേപോലെ തന്നെ നമുക്ക് എന്താണോ പിന്നെ നമുക്ക് ഖൈറായിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള എന്തെല്ലാം മുൻകരുതൽ എടുക്കണം ഒക്കെ എടുക്കണം. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ. അങ്ങനെ പറയും ചില ആൾക്കാർ. അങ്ങനെയുണ്ട്, സീറ്റ് ബെൽറ്റ് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ആക്സിഡന്റ് പറ്റി അപ്പൊ ഒരു വണ്ടിയാണ് കിട്ടി, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ ഡോക്ടർ അവിടെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. പറയാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹ് കാത്തു. അള്ളാന്റെ കാവലോട് രക്ഷപ്പെട്ടു. ആ ഡോക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും, അള്ളാന്റെ തീരുമാനം ഉണ്ടെങ്കിൽ. ഇത് ഖദറിന് ബന്ധപ്പെടുന്ന സംഗതിയാണ്. ഇത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു സബബ് ഇല്ലെങ്കിൽ വേറെ സബബ് ഉണ്ടാവും. ആ ഡോക്ടറെ കണ്ടതുകൊണ്ടിട്ടോ അവിടെ രക്ഷപ്പെടും. അങ്ങനെ ഉണ്ടോ? ചില ആളുകളുടെ മരണം, വലിയ വലിയ പൈസക്കാരുടെയും രാഷ്ട്രീയ നായകന്മാരുടെയൊക്കെ മരണത്തെ കുറിച്ച് നമ്മൾ പത്രങ്ങളിൽ വായിക്കലുണ്ട്. ദശക്കണക്കിന് 5, 6, 10, 15 ഡോക്ടർമാർ ചുറ്റും നിന്ന് ഡോക്ടർമാരുടെ കൈകളിൽ നിന്നും മരണം കൊത്തിയെടുത്തു. അപ്പൊ എന്തേ ഡോക്ടർമാരുണ്ടായിട്ട് പോയി? ഈ സമയമായി. ഡോക്ടർമാരുടെ കരങ്ങളിൽ നിന്നും മരണം കൊത്തിയെടുത്തു. വലിയ വലിയ ബിരുദധാരികളായ ഡോക്ടർമാരുടെ കരങ്ങളിൽ നിന്നും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അൽഹംദുലില്ലാഹ്, അത് വലിയൊരു നിമിത്തമായി, ഹെൽമെറ്റ് ഒരു നിമിത്തമായി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഹെൽമെറ്റ് ഇടാൻ കാരണം, പിന്നെ അതൊരു കാരണമായി, അതിലൂടെ അല്ലാഹു കാത്തു എന്ന് നമുക്ക് പറയാം. അല്ലാതെ മുഴുവൻ കാര്യങ്ങളും സബബുകളിലേക്ക് ചേർത്തിക്കൊണ്ട്, ആരാണ് സബബുകളുടെ പിന്നെ ഖാലിഖാര, സബബുകൾ ആരെ സംവിധാനിച്ചത്? അല്ലാഹുവാണ്. മനുഷ്യന്റെ വിശ്വാസത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ ഖദറിനെ തകർക്കുന്ന, വിശ്വാസത്തിന് പരിക്ക് പറ്റുന്ന വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അത് ശിർക്കുൻ അസ്ഗറാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള വിശ്വാസം തകാൻ പാടില്ല, വാക്ക് പ്രവർത്തനം പോലും നമുക്ക് വരാൻ പാടില്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅ്മിൻ അവൻ ആരാണ്? ഖവിയായ മുഅ്മിനാണ്. ഖവിയായ മുഅ്മിന് പണ്ഡിതന്മാർ രണ്ടർത്ഥം കൊടുത്തു. എന്താ ഖവി എന്ന് പറഞ്ഞ അർത്ഥം? ശക്തവാൻ എന്നാണ് അർത്ഥം. പണ്ഡിതന്മാർ ഇതിന് രണ്ടർത്ഥം. ഖവിയായ ശക്തവാനായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ശക്തിയാണ് ഒന്നാമത്തെ. ഈമാനിന്റെ ശക്തി, നല്ല ഈമാനിന്റെ ശക്തിയുള്ള മുഅ്മിനെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തെ ഈമാനിന്റെ ശക്തി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ ശക്തിയാണ്. ശരീരത്തിന്റെ ശക്തി, നല്ല ആരോഗ്യവും കായബലവും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതും അല്ലാഹുക്ക് ഇഷ്ടമാണ്. കാരണം ഓൽക്ക് എന്തുണ്ടാവുള്ളൂ? അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. അള്ളാന്റെ മാർഗത്തിൽ പിന്നെ മറ്റുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അള്ളാന്റെ മാർഗത്തിൽ വിയർപ്പൊഴിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ശരീരത്തിന്റെ ശക്തിയും മനസ്സിന്റെ ഈമാനിന്റെ ശക്തിയും ഒക്കെ ഇതിൽ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആര്? ദുർബലനായ വിശ്വാസിയേക്കാൾ ശക്തിയുള്ള വിശ്വാസിയെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഫീ കുല്ലിൻ ഖൈർ, എല്ലാത്തിനും നന്മയുണ്ട്, എല്ലാം നല്ലതിനുണ്ട്, എല്ലാത്തിനും നന്മയുണ്ട്. യഹ്രിസ് അലാ മാ യൻഫൗക, അതുകൊണ്ട്
നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ നീ എന്താക്കണം, നന്നായി അതിനോട് താല്പര്യം കാണിച്ച് മടി പിടിച്ചിരിക്കല്ലേ. ഉപകാരം ഉണ്ടാവുന്ന അതൊരു ബിസിനസ് ആകാം, പ്രവർത്തനങ്ങളാകാം, എന്താകാം, പഠനമാകാം, ജോലിയാകാം. ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നത് അത് പഠിച്ചു മനസ്സിലാക്കി അത് വിവരമുള്ളവരോട് ചോദിച്ച് അത് കണ്ട് ചെയ്തോ, അത് നടക്കോ, സക്സസ് ആവോ, എല്ലാം പഠിച്ചിട്ട് അള്ളാനെ തവക്കലാക്കി നീ ചെയ്തോ. അങ്ങനെ നീ ചെയ്യ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിച്ചിട്ടാണ് തുടങ്ങേണ്ടത്. പടച്ചോനെ ഏൽപ്പിച്ച് തുടങ്ങിക്കോ. വലാ തഅജ്സൻ, നീ എന്താക്കരുത്, നീ ഒരിക്കലും അശക്തനാവരുത്. അതെന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല, അതൊന്നും ഇപ്പൊ നടക്കൂല എന്ന് പറഞ്ഞ് മടിയനായി നിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചെയ്യാത്തവനായി, ഒരു മുഅ്മിൻ ഒരിക്കലും മടിയനായി ഉന്മേഷമില്ലാതെ മൂലക്കിരിക്കുന്ന വെറുതെ സമയം കളയുന്നവനല്ല ഒരു മുഅ്മിൻ. വൈൻ അസാബക ശൈഉൻ, ഇനി അത് നീ ചെയ്തു, നീ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി, ഒരു കോഴ്സ് തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്തു. പക്ഷെ അതിന് ചെറിയ അബദ്ധം പറ്റി, പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വിചാരിക്കാം. ഒരു പ്രയാസം ഉണ്ടായി, ബിസിനസ് പൊട്ടിപ്പോയി, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആ തീരുമാനം നഷ്ടമാണെന്ന് പിന്നെ സംഭവിച്ചു, നഷ്ടത്തിൽ സംഭവിച്ചു, ഒക്കെ സംഭവിക്കാം. അള്ളാന്റെ തീരുമാനം എങ്ങനെയാണ്? നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഫലാ തഖുൽ, അപ്പൊ നീ പറയരുത് ലൗ അന്നി ഫഅൽതു ലകാന കദാ വകദാ, ഞാൻ ആ ബിസിനസ് തുടങ്ങിയതുകൊണ്ടല്ലേ, ഞാനത് ചെയ്തതുകൊണ്ടല്ലേ. അതൊരിക്കലും പറയരുത്. മുഅ്മിന് പറയാൻ പറ്റിയ വാക്കുകളല്ല അത്. വലാകിൻ ഖുൽ, നീ എന്ത് പറയണം? ഖദറുല്ലാഹ്, അല്ലെങ്കിൽ ഖദ്ദറല്ലാഹ് മാ ശാഅ ഫഅൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് നടക്കും. അല്ലാഹുവിന്റെ തീരുമാനം അതാണ് എന്നാണ് നീ പറയേണ്ടത്. മുഅ്മിനിന്റെ സംസാരം അതാണ്. ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ പറയാനേ പാടില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാനത് അപ്പാണ് പറഞ്ഞു ചെയ്ത്, ഞാനതാണ് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയി, അല്ലെ ഞാൻ അതൊരു ബിസിനസ് അതിന്റെ ഷെയറാണ് കൊടുത്തു, അതുകൊണ്ടാണുള്ളത് സംഭവിച്ചത്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച നടക്കും. അതിന് മുഅ്മിന് പറയാൻ പറ്റിയ വാക്കല്ല. അപ്പൊ നമ്മളെ വിശ്വാസത്തെ, നമ്മളെ ഖദറിന്റെ അല്ലെങ്കിൽ ഈമാനിനെ തകർക്കുന്ന, ഈമാനിനെ ബാധിക്കുന്ന വർത്തമാനമാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ പറയണേ എന്താണ് ലൗ എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് തഫ്തഹു, ആ വർത്തമാനം എന്ത്, അത് തുറക്കും. ലൗ തഫ്തഹു അമല ശൈത്താൻ, ശൈത്താനിന് നമ്മളിൽ ഒരു ദഖില്, ഒരു വാതിൽ തുറന്നു കൊടുക്കും. എന്താ ശൈത്താൻ? നീ അത് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്നുള്ള ആ പറച്ചില് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മിൻ മുനാസഅത്തിൽ ഖദർ വതഅസ്സുഫ് അലാ മാ ഫാത ലിഅന്ന ഫിഹാ അൽഇഅ്തിറാദ് അലൽ ഖദർ വതഹസ്സുർ മിൻ വഖൂഇഹി. ശൈത്താന് പിന്നെ വാതിൽ തുറന്നു കൊടുക്കും. അത് അങ്ങനെയുള്ള പറച്ചില് ശൈത്താൻ നിന്നിലേക്ക് വരാൻ കാരണമാകും എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തെ തകർക്കാൻ കാരണം ഖദറിന് എതിരായ വർത്താനാണ്. പിന്നെ ഭയങ്കര നിരാശയാണ്, അത് ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. എന്ത്, ഞാനത് ചെയ്തോണ്ട് അപ്പാണ്ട് വണ്ടി എടുത്തും ചെയ്ത്, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊടുക്കും. നേരെ മറിച്ചൊരു മുഅ്മിനാണെങ്കിൽ അല്ലാഹ് കണക്കാക്കി നടന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എപ്പോഴായി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടുണ്ടാണ് നമ്മളെ പറയുന്നത്. അള്ളാഹ് തീരുമാനിച്ചൊക്കെ നടക്കും. അതിന്റെ അടുത്ത് എന്തെങ്കിലും ആത്മഹത്യപരമായി ചെയ്യുന്ന, എന്നിട്ട് എന്റെ അബദ്ധം പറ്റി കഴിഞ്ഞിട്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ തീരുമാനം എടുക്കാതെ എടുത്തു ചാടിയിട്ട് അബദ്ധം പറ്റിയിട്ട്, അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വിവരമുള്ളവരോടൊക്കെ ചോദിച്ചു, എന്നിട്ട് അതൊരു സ്കോപ്പുള്ള പണിയാണ്, ജോലിയാണെന്നൊക്കെ മനസ്സിലാക്കി ഇറങ്ങി, പൊട്ടി, അൽഹംദുലില്ലാഹ്, അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്. ചില ആൾക്കാരുടെ വിവാഹം ചെയ്തപ്പോൾ നമ്മൾ എത്രയോ അന്വേഷിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. നമ്മളെ മക്കൾക്ക് നല്ല കുടുംബല്ലേ, നല്ല പെണ്ണല്ലേ, നല്ല ആണല്ലേ, നല്ല തറവാടല്ലേ, എല്ലാം ഉണ്ടായി 6 മാസം കൊണ്ട് അടിച്ചടിപ്പിക്കും. അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്. അപ്പൊ പിന്നെ ആരോ നമ്മൾ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് പറ്റാത്ത കേസാണ് എന്ന് ആരോ ഒരാൾ പറഞ്ഞിരുന്നു. ബാക്കി നമ്മൾ ചോദിച്ച 10 ആൾക്കാർ പറഞ്ഞ നല്ല കേസാണ്. എന്നിട്ട് പിന്നെ ആ ഒരു മനുഷ്യനോ അയാൾ പറഞ്ഞേ കേട്ടിരുന്നെങ്കിൽ, അയാൾ പറഞ്ഞേ കേട്ടി, അത് മുഅ്മിന് പറയേണ്ട വർത്താനമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹ് തീരുമാനിച്ച് നടക്കും. നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച സംഗതിയാണ്. അതുകൊണ്ട് മുഅ്മിൻ പറയേണ്ടത് എന്താണ്? അല്ലാഹ് തീരുമാനിച്ചത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഖദറിനെ തെറ്റിക്കുന്ന ശൈത്താനിന്, ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണായ ഖദറിനെ തകർക്കുന്ന പ്രവർത്തനത്തിന് ശൈത്താൻ നമ്മളിലേക്ക് കയറി വരാൻ അത് കാരണമാകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വാക്ക് കാരണമാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമന്മാരുണ്ടാക്കരുത് എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്താണല്ലോ. ഇവിടെ അദ്ദേഹം പറയാണ് എന്ത്, ചില ആളുകൾ പറയും
എന്താണ് അൽ അന്ദാദു ഹുവ ശിർക്ക് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ അറിയാത്ത രീതിയിൽ ഒരു കൊച്ചു ഉറുമ്പ് ഒരു പാറക്കല്ലിലേക്ക്, ഒരു കറുത്ത പാറക്കല്ലിലേക്ക് എങ്ങനെയാണോ കയറി വരുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ ശിർക്ക് കടന്നു വരും. എന്നിട്ട് ചില ആളുകൾ പറയും, എന്ത് ലൗലൽ കൽബത്തു ഹാദാ ലഅതാനൽ ലുസൂസ്. ചില ആൾക്കാർ പറയും, അഥവാ നമ്മളൊക്കെ വീട് നോക്കാൻ വേണ്ടി നായകളെ, കാവൽ നായകളെ വെക്കും. ജാഹിലിയ്യ അറബികളും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ലൗലൽ ബത്തത്തു, ബത്തത്ത് താറാവ്, ചില താറാവുണ്ട് അപരിചിതരെ കണ്ടാൽ ഇങ്ങനെ വലിയ ഒച്ച ഉണ്ടാക്കും. ജാഹിലിയ്യ അറബികളൊക്കെ ചെയ്യുന്നൊരു പതിവാണ്, വീട് നോക്കാനോ അല്ലെങ്കിൽ കൃഷി നോക്കാനോ ഒക്കെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണ താറാവിന് അത് വലിയ ഒച്ച ഉണ്ടാക്കും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ചില ആളുകൾ പറയും, നായ ഇല്ലാതിരുന്നെങ്കിൽ, വീടിനെ നോക്കാൻ കാവൽ നിൽക്കാൻ നായ ഇല്ലായിരുന്നെങ്കിൽ വീട് കൊള്ളയടിക്കപ്പെടുമായിരുന്നു. ഈ താറാവുകളെ വെച്ചിട്ടില്ലെങ്കിൽ കൃഷി നശിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു, വീട് കൊള്ളയടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് പറയാണ്. അപ്പോ ഇതാരാണ് ആരത് കാക്കുന്നത്? നായയാണോ? അല്ല, അല്ലാഹ്. അപ്പോ നായുള്ള എല്ലാ വീടും സേഫായി, നായ ഇല്ലാത്ത വീടുകളൊക്കെ കവർ ചെയ്യപ്പെട്ടു എന്നാണോ? അല്ല, അങ്ങനെയല്ലല്ലോ. ഇനി നായ കാവല് നിന്ന, അല്ലെങ്കിൽ ഒരു കാവൽക്കാരൻ കാവല് നിന്ന വീടാകട്ടെ, ജ്വല്ലറി ആകട്ടെ, അതും അപഹരിക്കപ്പെടൂല. ഉണ്ട്. അപ്പൊ രണ്ടോ മൂന്നോ കാവൽക്കാരന്റെ ജ്വല്ലറി കവർച്ചാണ്. എന്ത് സംഭവിച്ചു? അള്ളാന്റെ തീരുമാനം എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ആയത്തിന്റെ വിശദീകരണം. ഏതായത്ത്? വലാ തജഅലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നുള്ള ആയത്തിന്റെ താഴെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്ത്? നിങ്ങൾ അള്ളാഹുവിന് നിന്ദകളെ വെക്കരുത്. അതും ഇതിന്റെ ബാബിൽ പറയുന്ന സംഗതി, ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അത് നായകളില്ലായിരുന്നെങ്കിൽ, താറാവുകൾ ഇല്ലായിരുന്നെങ്കിൽ വീട് കൊള്ളയടിക്കപ്പെടുമായിരുന്നു. അത് അള്ളാന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അതും ശിർക്കായി വരുന്ന ശിർക്കുൻ അസ്ഗറാണ് എന്ന് പണ്ഡിതന്മാര് പറയാനുള്ള കാര്യം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിന്റെ തഫ്സീർ നടത്തുന്നിടത്തും ഇതേ സംഗതി തന്നെ പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് അതിന് മനസ്സിലായത്, അങ്ങനെയുള്ള പ്രയോഗം ഒരു മുഅ്മിൻ പ്രയോഗിക്കാനുള്ളതല്ല. ഏതൊരു സംഗതിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അത് നടക്കും. അത് എന്താണ്, ഒരിക്കലും നമുക്ക് അങ്ങനെ അതിനെ തട്ടിമാറ്റാൻ പറ്റുന്ന പ്രശ്നമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണേ, ഇന്ന അഹദകും ല യുശ്രിക്, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു. ഹത്താ യുശ്രിക ബിഖൽബിഹി, അവന്റെ നായയെ കൊണ്ടുപോലും അവൻ ശിർക്ക് ചെയ്യുന്നു. യഖൂലു ലൗലാഹു ലസറഖ്നൽ ലൈല, നായ ഇല്ലെങ്കിൽ വീട് ഇന്നലെ രാത്രി കൊള്ളടിക്കപ്പെടുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ്. അത് പറയുന്നത് അള്ളാന്റെ കാവൽ, അൽഹംദുലില്ലാഹ്. അതിന് നിമിത്തമായിട്ടൊരു കാവൽ നായയെ വെച്ചിരുന്നു. നായ കുരച്ചപ്പോ നമ്മൾ അറിഞ്ഞു. അത് അള്ളാന്റെ എല്ലാ നായും കുരച്ചോളുന്നുണ്ടോ? നായുള്ള വീട് കൊള്ളടിക്കപ്പെടുന്നു ചെയ്തിട്ടുണ്ട്, ഇല്ലാത്ത വീട് കൊള്ളയടിക്കപ്പെടാത്ത അവസ്ഥയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതും ശിർക്കിന്റെ ഭാഗമാണ്. അത് ചെറിയ ശിർക്കാണ്, അങ്ങനെ പറയരുത്. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, ഖദറിനെ തകർക്കാൻ അത് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരാണ്, സഹാബത്ത് പറഞ്ഞു തരാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് വിളിച്ച സമയത്ത് യുദ്ധത്തിലേക്ക് പോവുകയും പിന്നെ അതിൽ അമാന്തം കാണിച്ച് നിഫാഖിന്റെ പ്രവർത്തനം ചെയ്ത ചില മുനാഫിക്കീങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നുണ്ട്. അവര് പറഞ്ഞു, യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ഷൈഇൻ മാ ഖുതിൽനാ ഹൗനാ. അവർക്ക് പരിക്ക് പറ്റി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അവര് പറഞ്ഞു, എന്ത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണ്, ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങളെടുത്താണ് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പരിക്ക് പറ്റില്ലായിരുന്നു എന്നവർ പറഞ്ഞു. അതേപോലെ തന്നെ ഈ മുനാഫിക്കുകൾ മുഅ്മിനീങ്ങളായ ആളുകളോട് പറഞ്ഞു, ഞങ്ങൾ വല്ലദീന ഖാലൂ ലി ഇഖ്വാനിഹിം വഖഅദൂ ലൗ അതാഊന മാ ഖുതിലു, യുദ്ധത്തിനൊന്നും പോകാതെ ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നെങ്കിൽ, നിങ്ങൾ ആ മുഹമ്മദിന്റെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഓം പറയുന്നതിനനുസരിച്ചൊക്കെ നിന്നോണ്ടല്ലേ, നിങ്ങൾ അങ്ങനെ യുദ്ധത്തിന് പോകാതിരുന്നെങ്കിൽ മരണപ്പെടില്ലായിരുന്നു, പരിക്ക് പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യുദ്ധത്തിന് പോയതുകൊണ്ടാണ് പരിക്ക് പറ്റിയത്. നിങ്ങൾ പോയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഞങ്ങളെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഒരു പരിക്കുണ്ടാവില്ല, നിങ്ങൾ എന്തിനാ ചാടി പുറപ്പെട്ട് പോകാൻ നിന്നത്? അതുകൊണ്ട് ഞങ്ങളുമായി ചുളിവ് അഴിച്ചുവിടെ നിന്നാ മതിയായിരുന്നല്ലോ എന്ന് ഈ മുനാഫിക്കീങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു മറുപടി പറഞ്ഞു. ഇവരെന്താ പറഞ്ഞു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ട്
നിങ്ങൾ ചാടിപ്പുറപ്പെട്ടു പോയതല്ലേ? ഞങ്ങളെ പോലെ ചുളിവഴിച്ചിങ്ങനെ തന്നെ അമാന്തം കാണിച്ച് പിന്തിരിഞ്ഞു നിന്ന്, അല്ലെങ്കിൽ പോകാതെ, അല്ലെങ്കിൽ വയലിൽ നിന്നും പിന്നെ പിന്തിരിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ടു പോയത് ഞങ്ങൾ നിങ്ങളെ അപ്പളെ വിളിച്ചതാണല്ലോ. ഞങ്ങളെ കൂടെ ഇങ്ങോട്ട് പോന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയില്ലേ? അങ്ങോട്ട് പോയതുകൊണ്ടല്ലേ, യുദ്ധത്തിന് പോയതുകൊണ്ടാണല്ലോ പരിക്ക് പറ്റിയത്, അതുകൊണ്ടാണല്ലോ നിങ്ങളിൽ പലരും മരണപ്പെടേണ്ടി വന്നത് എന്നൊക്കെ ഇവർ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്താ അല്ലാഹു പറഞ്ഞേ? ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം. നബിയെ നിങ്ങൾ അവരോട് പറയാ, അവർ അവരുടെ വീടകങ്ങളിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം തീരുമാനിച്ചാൽ, അവരെ കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചാൽ, ആ കൊലപാതകികൾ അവരെ വീടിന്റെ ഉള്ളിലേക്ക് എത്തും. അല്ലാഹ് തീരുമാനിച്ചു നടക്കും, നിങ്ങൾ ഇങ്ങോട്ട് പോരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അല്ലാഹ് തീരുമാനിച്ചാൽ അത് നടക്കും നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അവിടെ യുദ്ധത്തിന് അങ്ങോട്ട് പോയാലും, അതേപോലെ തന്നെ കാവൽ നായെ നിർത്തിയാലും, എന്ത് സംഭവിച്ചാലും അല്ലാഹ് തീരുമാനിച്ചാൽ ആ പറഞ്ഞ പരിക്ക് നടക്കും. അതുകൊണ്ട് പിന്നെ അത് ഇനി പറയരുത്, ഞാൻ ആ ബസ് കയറിയിട്ടില്ലെങ്കിൽ എന്തായിരുന്നു, ആ ബസ് കയറിയിരുന്നു എന്തായിരുന്നു, വണ്ടി എടുത്തോണ്ട് നമ്മൾ കുടുങ്ങി, വണ്ടി എടുക്കാത്തോണ്ട് പ്രശ്നമായി എന്നുള്ളൊരു വർത്താനം ഒരിക്കലും ഇനി പറയാൻ പാടില്ല എന്നർത്ഥം. നോക്ക് നിങ്ങൾ, ഒരു മുഅ്മിന്റെ നിലപാടെന്താ? എന്ത് സംഭവിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചാൽ മാത്രം പറയേണ്ടതല്ല, എന്ത് സംഭവിച്ചതാണ് അതിൽ ഖൈറുണ്ട്. ഒരാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അതിൽ ഖൈറുണ്ട്. എന്ത് സംഭവിച്ചാൽ എന്താ പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ മുഅ്മിനീങ്ങളുടെ പിന്നെ സ്വഭാവമായി കൊണ്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പ്രഖ്യാപിക്കുകയാണ്, ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, അല്ലാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്തുണ്ട്. അവരാണ് ഹിദായത്ത് സിദ്ധിച്ച ആൾക്കാർ. അപ്പൊ എന്താണ്? എന്ത് സംഭവിച്ചാൽ അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. അത് അല്ലാഹുവിന്റെ തീരുമാനം. അങ്ങനെ അത് പറയാനാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഒരു ചരിത്രം ഈ വിഷയത്തിലുള്ളത് ഞാൻ സൂചിപ്പിക്കാം, എന്നിട്ട് അടുത്ത വിഷയത്തേക്ക് പോകും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആരാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ? അബൂ സലമന്റെ ഭാര്യയാണ്. ആദ്യം അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയായിരുന്നു, പിന്നെ നമ്മുടെ ഉമ്മയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി. അപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, അൻ ഉമ്മി സലമ സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ അബ്ദിൻ തുസീബു മുസീബ. ഏതൊരു അടിമയും അയാൾക്ക് ഒരു മുസീബത്ത് ബാധിച്ചു, എന്തെങ്കിലും ഒരു മുസീബത്ത്, മരിച്ചാൽ മാത്രമല്ല ഏത് മുസീബത്തും, വേറൊരാളെ കുറിച്ച്, വേറെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ഒരു അപകടം ഉണ്ടായിന്ന് കേട്ടു, ആക്സിഡന്റ് ആയിന്ന് കേട്ടു, പരിക്ക് പറ്റിയെന്ന് കേട്ടു, ധനനഷ്ടം വന്നു എന്ന് കേട്ടു, ബിസിനസ് തകർന്നു എന്ന് കേട്ടു, കൃഷിനഷ്ടം വന്നു എന്ന് കേട്ടു, എന്തൊരു മുസീബത്ത് വന്നാലും പിന്നെ ഈ മനുഷ്യൻ പറയാണ്, ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി. പടച്ച റബ്ബേ, ഈ മുസീബത്തിൽ എനിക്ക് നീ എന്ത് തരണം, എനിക്ക് പ്രതിഫലം തരണേ, എന്നെ പിന്നെ എനിക്ക് അതിലുള്ള ഖൈർ തരണേ എന്നൊക്കെ ഒരാൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അതിനേക്കാൾ ഖൈറായത് തരണമേ, വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, എനിക്ക് ആ നഷ്ടം സംഭവിച്ചു, അതിനേക്കാൾ ഖൈറായത് എനിക്ക് തരണമേ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. എന്തെങ്കിലും ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു, പടച്ചോനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എനിക്കതിൽ പ്രതിഫലം തരണേ റബ്ബേ, അത് എനിക്ക് നികത്തി തരണേ റബ്ബേ എന്നിട്ട് പറയാണ്, പടച്ചോനെ ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് തരണമേ റബ്ബേ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു നഷ്ടമാണ് വന്നത് അതിനേക്കാൾ ഖൈറായത് അയാൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും, കട്ടായമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പറയണം? എന്തെങ്കിലും സംഭവിച്ച എന്ത് പറയണം? ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അത് ഉണ്ടായതുകൊണ്ട് എന്തിനാണ് പൈരക്ക ബിസിനസിന് പൈസ കൊടുക്കുന്നത്? അതല്ല പറയണത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോൻ ഈ മുസീബത്തിൽ എനിക്ക് ഖൈറുണ്ട്, ഇതിനേക്കാൾ ഖൈറായത്, നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് എനിക്ക് ഉണ്ട് എന്ന് പറയണം. എന്നിട്ട് അവര് പറയണം, ഫലമാ തൂഫിയ അബൂ സലമ. ഇത് പഠിച്ചു. ആര് പഠിച്ചിട്ടുണ്ട്? ഉമ്മു സലമ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അബൂ സലമ മരിച്ചു, അവരുടെ ഭർത്താവ് മരിച്ചു. ഭയങ്കര അങ്ങേയറ്റം ഇഷ്ടമുള്ള രണ്ട്, അങ്ങേയറ്റം പിന്നെ വല്ലാത്ത സ്നേഹബന്ധത്തിലുള്ള രണ്ട് ദമ്പതികളായിരുന്നു അവർ. ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും ഹിജ്റയുടെ ചരിത്രം, പലായനത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കേണ്ടതുണ്ട്.
അത്രക്ക് ദീനിനു വേണ്ടി വലിയ സേവനം ചെയ്തിട്ടുള്ള ഒരു സഹാബി, ഒരു സഹാബ വനിതയും. ഇങ്ങനെ എന്നിട്ട് അബൂ സലമ മരിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് റസൂലുള്ളാഹിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്ത്? ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, പടച്ചോനെ എനിക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോ ഉമ്മു സലമ പറയാണ്, ഐന ഹാദർ റജുൽ ഐ മിൻ അഫ്ളൽ മിൻ അബീ സലമ, അഫ്ളൽ മിൻ അബീ സലമ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമയേക്കാൾ. ഈ ദിക്റിന്റെ അർത്ഥം എന്താ? ഈ ദിക്റിന്റെ അർത്ഥം എനിക്ക് അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ തരണം എന്നാണല്ലോ. പക്ഷെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടി ഒരിക്കലും അവർക്ക് സങ്കല്പിക്കാൻ കഴിയൂല. കാരണം എന്താ? അബൂ സലമയുടെ, എന്നിട്ട് അവരിങ്ങനെ പറയണ ഹദീസിൽ കാണാം, അബൂ സലമയും അവർ ജീവിച്ചതും അവർ ഹിജ്റ പോയതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയും അദ്ദേഹം ഇവരെ സ്നേഹിച്ചതും പരിഗണിച്ചതും ഒക്കെ ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു സലമ പറയണത്. എന്നിട്ട് ഇതിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടി എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിൻ ഖാലത്ത് ദാലിക ഇൻഖാദൻ വ തസ്ലീമൻ, ഇൻഖിയാദൻ വ തസ്ലീമൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലിമാ ജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാനും പടച്ച റബ്ബേ ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് തരണേ എന്ന് പറയാൻ റസൂലുള്ളാഹി പറഞ്ഞു. ശരിക്കത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ആ പറഞ്ഞേ പറയാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നല്ല. ഉമ്മു സലമയെ അബൂ സലമയേക്കാൾ നല്ല ഭർത്താവിന് എനിക്ക് കിട്ടുന്നു, അതെനിക്ക് മനസ്സിലാകണില്ല. എന്നാലും റസൂലുള്ളാഹി പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞത് നോക്കൂ, സഹാബത്തിന്റെ നിലപാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ വേറെ വർത്താനം അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു മനസ്സ് തട്ടി പറഞ്ഞു, പടച്ചോനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണേ, എന്റെ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം തരണേ, ഇത് പരിഹരിച്ചു തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലി എന്നവർ പറയാണ്. എന്നിട്ട് അവർ പറയാണ്, എന്നിട്ട് അതിനുശേഷം എനിക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി കിട്ടി. ഒരിക്കലും ഞാൻ റസൂലുള്ളാഹിനെ ഭർത്താവായി കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആലോചിച്ചത് അബൂ സലമയേക്കാൾ നല്ല ഭർത്താവ് എനിക്ക് ഉണ്ടാവോ? അങ്ങനെ ആരാണുള്ളത് ഇവിടെ? എവിടെ അങ്ങനെ ഒരാളുള്ളത് എന്നാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ, അല്ലാഹ് പറഞ്ഞ പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുസീബത്ത് വന്നപ്പോൾ പറയാനും, എന്നിട്ട് പടച്ച റബ്ബേ ഈ മുസീബത്ത് എനിക്ക് നീ പരിഹരിച്ചു തരണമേ, എനിക്ക് ഇതിനേക്കാൾ ഖൈർ തരണമേ എന്ന് പ്രാർത്ഥിക്കാനും തയ്യാറായി റസൂലുള്ളാഹിനെ ഭർത്താവായി കിട്ടി എന്ന് ആ സഹാബി വനിത പഠിപ്പിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതിന്റെ ഒന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞ എന്താണ്? ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസം, ജീവിതത്തിൽ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിലിങ്ങനെ എടുത്തു പറഞ്ഞ് ഞാൻ അത് ചെയ്തതുകൊണ്ടാണ്, അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ആ വർത്താനം ഒരിക്കലും മുഅ്മിൻ പറയുന്നതല്ല. മുഅ്മിൻ പറയേണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് അല്ലാഹ് തീരുമാനിച്ചേ നടക്കും, അല്ലാഹ് തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. അല്ലാഹ് തീരുമാനിച്ചതാണ് നമുക്ക് നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയേണ്ടത് എന്നാണ് ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന്റെ കൂടെ നമ്മുടെ വിശ്വാസത്തിലൊക്കെ നമ്മുടെ സംസാരത്തിൽ വരുന്ന വിശ്വാസത്തെ തകർക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്റെ കാര്യം നടക്കുമെന്ന് പറയാൻ പാടില്ല. അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, എന്ത്? മാഷാ അല്ലാഹു വ ശിഅ്ത, റസൂലേ അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്റെ കാര്യം നടക്കും. എന്തൊരു കാര്യം നമ്മൾ സാധാരണ പറയണതാണല്ലോ, എന്ത്? നമുക്കൊരു മോളെ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പ്രയാസം ഉണ്ട്, അപ്പൊ അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ കാര്യം നടക്കും. മാഷാ അല്ലാഹു വ ശിഅ്ത എന്ന് പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി ആ മനുഷ്യനോട് ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ പടച്ചോനെ തുല്യനാക്കുകയാണോ? എന്താ പറഞ്ഞേ? നീ എന്നെ പടച്ചോനെ തുല്യനാക്കുകയാണോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ എന്താ എവിടെ പടച്ചോനെ തുല്യനാക്കിയത്? എവിടെ? മാഷാ അല്ലാഹു വ ശിഅ്ത. എന്താണ് ഷാ എന്ന് പറഞ്ഞ അർത്ഥം? ഉദ്ദേശിച്ചു എന്നർത്ഥം. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു അർത്ഥം. അപ്പൊ അല്ലാഹ് ഉദ്ദേശിച്ചാൽ
താങ്കളും ഉദ്ദേശിച്ചാൽ എന്റെ കാര്യം നടക്കും, അത് സക്സസ് ആവും. അഥവാ നിങ്ങൾ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്താൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ശരിക്ക് എന്താ പറയേണ്ടത്? എന്താണ് ഈ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഇടപെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അല്ലാഹു ഉദ്ദേശിച്ചാൽ നടക്കുന്നു പറയുള്ളൂ. മാഷാ അല്ലാഹു വഹ്ദ അത് പറയും. പിന്നെ റസൂലുള്ള നിമിത്തമാണ്. മറ്റുള്ള സഹാബികൾ, മറ്റുള്ള മനുഷ്യന്മാർ, ഉടപ്പറപ്പുകൾ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിമിത്തങ്ങളാണ്. അത് ഒരു നിമിത്തം ഞങ്ങൾ വേറൊരു നിമിത്തം ഉണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് നടക്കണം എന്നുണ്ടെങ്കിൽ അല്ലാഹു അതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ അള്ളാന്റെ മശിയത്തും റസൂലുള്ളാന്റെ മശിയത്തും ഒരേ തട്ടിലാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം അതാണ്, മാഷാ അല്ലാഹു വശിഇത. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഒരു മനുഷ്യന്മാർക്കും ചിന്തിക്കാനോ അതേപോലെ തന്നെ മശിയത്തില്ല. ഒരു മനുഷ്യനും മശിയത്തില്ല എപ്പോഴല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശിയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിക്കണം. എന്ത്? നമ്മൾ ഉദ്ദേശിക്കാൻ. ഇപ്പൊ ഒരു മുതലാളി, ആ മുതലാളി നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ, നമ്മളെ സ്ഥാപനത്തെ സഹായിക്കാൻ, നമ്മളെ സഹായിക്കാൻ അയാൾക്ക് ഉദ്ദേശം ആര് കൊടുക്കണം? അല്ലാഹു കൊടുക്കണം. അല്ലാഹു ഉദ്ദേശിക്കാതെ ഇയാൾ ഉദ്ദേശിക്കും. നമ്മളൊരു സാധാരണ ഒരു പിരിവിനൊക്കെ പഠിച്ചോനെ, ഒരു വലിയൊരു സാമ്പത്തിക സുസ്ഥിതിയുള്ള ഒരു മനുഷ്യനുണ്ട്, പഠിച്ചോനെ അയാളുടെ മനസ്സിൽ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തൗഫീഖ് കൊടുക്കുക. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ നാട്ടിന്റെ ഒരു സെന്റർ പിരിവിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? പഠിച്ചോനെ ഒന്ന് മശിയത്ത് വെക്കറപ്പേ, അയാൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ. അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ചാലേ അയാൾക്ക് ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അയാൾ ഉദ്ദേശിക്കില്ല. അതാണ് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അവർക്ക് ഉദ്ദേശിക്കാൻ പറ്റൂല അല്ലാഹു ഉദ്ദേശിക്കാതെ. ഇത് ഒപ്പാണ് പറഞ്ഞത്. ഒപ്പം പറഞ്ഞപ്പോ അള്ളാന്റെ ഉദ്ദേശം ഈ മനുഷ്യന്റെ ഉദ്ദേശം ഒരേ തട്ടിലാണ് വന്നത്. അപ്പൊ നോക്ക് നിങ്ങൾ, ഇവിടെ ഈ പറയുന്ന ആള്, ഈ പറയുന്ന ആള് അള്ളാന്റെ ഉദ്ദേശം അതേപോലെ തന്നെ ഈ മനുഷ്യന്റെ ഉദ്ദേശം ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അല്ല, അത് പറയുന്ന അയാള് വലിയ ശിർക്ക് ചെയ്ത കാഫിറാണ്, അയാൾ മുശ്രിക്കാണ്, അയാൾ മുശ്രിക്കാണ്. ഇവിടെ പറച്ചിലിൽ ഒരിക്കലും അള്ളാന്റെ ഉദ്ദേശം ഇയാളെ ഉദ്ദേശം, അള്ളാന്റെ സഹായം ഇയാളെ സഹായം ഒരുപോലെയാണെന്ന് ഒരിക്കലും അയാൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള വാക്ക് പോലും പറയാൻ പാടില്ല. തൗഹീദിന്റെ വിഷയത്തിൽ അത്ര ഗൗരവം. അങ്ങനെയുള്ള വാക്ക് പോലും പറയാൻ പാടില്ല. റസൂലുള്ള പറയണ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്നെ തുല്യനാക്ക് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയൂ. അപ്പോ ഗൗരവത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ ഒരു യഹൂദി പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, അന്ന യഹൂദിയൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഒരു യഹൂദിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇന്നക്കും തുനിദ്ദൂന, നിങ്ങളും അള്ളാഹ്ക്ക് പങ്കുകാരൻ ഉണ്ടാക്കുന്നുണ്ട്. അഥവാ ജൂതന്മാര് അള്ളാഹ്ക്ക് പങ്കുകാരെ വെച്ച ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ പങ്കുകാരുണ്ടാക്കിയ ആൾക്കാരാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പറയണ്ടല്ലോ മുഹമ്മദ് നബിയെ. നിങ്ങളും ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളെ കൂട്ടത്തിലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആരാ പറയുന്നത്? ഒരു യഹൂദി നബിന്റെ അടുത്ത് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അങ്ങനെ ശിർക്ക് ചെയ്യണത്? എന്താ നിങ്ങൾ പറയാനുള്ള കാരണം? അപ്പോ ആ യഹൂദി പറഞ്ഞു, നിങ്ങൾ പറയണ്ടല്ലോ മാഷാ അല്ലാഹു വശിഇത, അള്ളയും നിങ്ങൾ ഉദ്ദേശിച്ചാൽ നടക്കും. നിങ്ങൾ സാധാരണ പറയാറുണ്ടല്ലോ, നിങ്ങൾ സാധാരണ അള്ളയും അതേപോലെ നിങ്ങളും ഉദ്ദേശിച്ചാൽ നടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. കഅബ തന്നെയാണ് സത്യം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അഥവാ അതേതായാലും പിന്നെ കഅബയെ പിടിച്ച് സത്യം ചെയ്യാം, കഅബയെ പിടിച്ച് സത്യം ചെയ്യുക, അള്ളാഹു അല്ലാത്ത ആളുകളെ പിടിച്ച് സത്യം ചെയ്യുക. അതെന്താണ്? അള്ളാഹു അല്ലാത്തവരെ എന്റെ പിതാവാണ് സത്യം, എന്റെ മാതാവാണ് സത്യം എന്നുള്ള അത് ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. ഇനി അതല്ല, ഔലിയാക്കന്മാരെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, എപ്പോ വിളിച്ചാലും കേൾക്കും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുണ്ട്, യഥേഷ്ടം കൊടുത്ത കഴിവുണ്ട്. അങ്ങനെയുള്ള ഔലിയാക്കന്മാരെ വിളിച്ച് ഉംറതങ്ങളാണ് സത്യം, മോദി ഷെയ്ഖാണ് സത്യം എന്ന് പറയുന്ന ആൾക്കാരോ, അത് വലിയ ശിർക്കാണ്, യാതൊരു സംശയമല്ല. അല്ലാത്ത എന്റെ കുട്ടിയാണ്, എന്റെ മക്കളാണ് സത്യം, എന്റെ ഭാര്യയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം, അതൊക്കെ എന്താണ്? അതൊക്കെ ചെറിയ ശിർക്കാണ്. കഅബ തന്നെയാണ് സത്യം. അപ്പൊ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ട് രീതിയിലുള്ള ശിർക്ക് ഈ യഹൂദി റസൂലുള്ളാഹിനോട് പറയും. ഒന്ന്, നിങ്ങൾ എന്ത് പറയണ്ട് മുഹമ്മദ് നബിയെ, നിങ്ങൾ ആൾക്കാർ എന്ത് പറയണ്ട്? അള്ളയും നിങ്ങളും തീരുമാനിച്ചാൽ നടക്കുന്നു പറയണ്ട്, അത് ശിർക്കാണ്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് പറയരുത്, മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറയരുത്, മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത എന്ന് പറഞ്ഞോളൂ. എന്താണ് മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത? എന്താ വ്യത്യാസം? മാഷാ അല്ലാഹു വശിഅ്തയും മാഷാ അല്ലാഹു സുമ്മ ശിഅ്തയും എന്താ വ്യത്യാസം? സുമ്മയും വാവും തമ്മിലുള്ള വ്യത്യാസം. മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ തട്ടിലാണ്. വാവിന്റെ ആൻഡിന്റെ അർത്ഥത്തിലാണ് വാവ്. സുമ്മയും അങ്ങനെ തന്നെയാണ്, പക്ഷെ രണ്ടും ഒരേ തട്ടാണ്. അള്ളാന്റെ ഉദ്ദേശവും ഈ മനുഷ്യന്മാരുടെ ഉദ്ദേശവും ഒരേ തട്ടിലാണ്. അത് പറയാൻ പാടില്ല. അത് പറയുന്ന ആൾക്ക് ആ ഉദ്ദേശം ഇല്ലല്ലോ, എന്നാൽ പോലും പറയാൻ പാടില്ല. സുമ്മയാണെങ്കിലോ സുമ്മ അതിന് ശേഷമാണ്. അള്ളാന്റെ ഉദ്ദേശം വന്നതിന് ശേഷം അള്ളാഹ് ഉദ്ദേശിക്കണം ഈ മുതലാളിക്ക് ഞങ്ങളെ സഹായിക്കാൻ, എന്നെ സഹായിക്കാൻ, എന്റെ കാര്യത്തിൽ ഇടപെടാൻ, ആ ഒരു ഉദ്ദേശം അള്ളാന്റെ ഉദ്ദേശം അയാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് പറയാം മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത എന്ന് പറയാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞതാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ്, അവന്റെ ഇടപെടലും അവനാണെല്ലാം തീരുമാനിക്കുന്നതും. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പ്രയോഗത്തിൽ പോലും സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മൾ സാധാരണ പറയുന്നതാണ്. ഇഷ്ടംപോലെ പ്രാവശ്യം അപ്പണ്ട് ഹോസ്പിറ്റലിലേക്ക് കണ്ട് എത്തിയതുകൊണ്ട് കഴിച്ചിലായിട്ടാണ്, അതൊരിക്കലും പറയാൻ പാടില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കണം, അപ്പ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആ ഡോക്ടർ ഉണ്ടായതുകൊണ്ട് കഴിച്ചിലായിട്ടോ. നിങ്ങൾ ഈ സമയത്ത് ഇത്ര 5 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് കഴിച്ചിലായിട്ടാ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം? നമ്മളിത് പറയരുത്, പഠിച്ച് നമ്മളെ പറയരുത്. 5 മിനിറ്റ് കൊണ്ട് പാമ്പടിച്ചു, 10 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയോണ്ട് കഴിച്ചില്ല, എങ്ങനെ നമ്മൾ പറയാം? അൽഹംദുലില്ലാഹ്, അല്ലാഹ് കഴിച്ചിലാക്കി. ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് കഴിച്ചിലാവും, ചിലപ്പോ 1 മിനിറ്റ് കൊണ്ട് ആള് പിന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് കാലത്ത് ചീത്ത പറയാനുള്ളത്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കച്ചവട നഷ്ടമോ, അതേപോലെ നമുക്ക് പിന്നെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങള്, ഒരു പ്രശ്നം ഉണ്ടായി, പിന്നെ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കല്യാണം അയച്ചു മക്കൾ, അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി, രണ്ട് മോൾ ഇവിടെ വന്ന് നിൽക്കുന്നു, ഒരു പരസ്പരം ബന്ധമല്ല. അപ്പോ തന്നെ നമ്മളെ ബിസിനസ് പൊട്ടിപ്പാളീസായി. അപ്പോ തന്നെ വേറെ ഒരു കുടുംബത്തിലുള്ള ഒരു, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ മരിച്ചു, അനിയൻ മരിച്ചു, വാപ്പ മരിച്ചു, ഇങ്ങനെ എല്ലാം കൂടി ഇവിടെ വരുന്ന സമയത്ത് എന്തൊരു കഷ്ടക്കാലമാണ് ഇത്. വല്ലാത്തൊരു കാലമാണല്ലോ. എനിക്കെന്താണ് ഇങ്ങനെ കാലത്തെ കുറ്റം പറയുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുദീനി ഇബ്നു ആദം, ആദമിന്റെ മകൻ എന്നെ പ്രയാസപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. യസുഫുദ്ദഹറ, അവൻ കാലത്തെ കുറ്റം പറയുന്നു. വ അനദ്ദഹർ, ഞാനാണ് കാലം. ബിയദിൽ അംർ, എന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഉകല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാണ് രാപ്പകലുകളെ തീരുമാനിക്കുന്നത്. രാപ്പകൽ മാറി വരലാണല്ലോ ദിവസവും കാലം എന്ന് പറഞ്ഞാൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, ആദമിന്റെ മോനെ എന്നെ ഇടങ്ങാറാക്കരുത്, ഓൻ കാലത്തെ ചീത്ത പറയുന്നു. എന്റെ സമയം ശരിയല്ല, എന്റെ സമയം ശരിയല്ല, എനിക്ക് നശിച്ച കാലാണിത്, എന്തൊരു കാലാണിത്, എന്റെ പന്തിലാണ് കോർട്ട്, എന്റെ പന്തിലല്ല, എന്റെ കോർട്ടിലല്ല പന്ത്. ഇങ്ങനെ കാലത്തെ സമയത്തെ കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാനാണ് കാലം. കാലം എന്ന് പറഞ്ഞാൽ കാലം അള്ളയാണെന്നല്ല, കാലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയത്തും എന്തൊക്കെ സംഭവിക്കണം അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ ദുരന്തങ്ങളും ഒരു സമയത്താണ് ഉണ്ടാകണം അല്ലാഹ് തീരുമാനിച്ചാണ്. ചിലപ്പോൾ നമ്മളെ പിടിപ്പുകേടുകൊണ്ടേ കാരണം ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത അയ്ദിൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഹറാമുകൾ കാരണം അല്ലാഹ് ദുനിയാവിൽ തന്നെ ശിക്ഷിക്കും. അത് നല്ലതിനാണ്, പരലോകത്ത് എടുത്തു വെക്കണില്ല. പരലോകത്ത് എടുത്തു വെച്ചാൽ വല്ല ഗൗരവം. അതുകൊണ്ട് പല തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ തരും, പല ഹറാമുകൾക്കും. അത് നമ്മുടെ ബിസിനസിനെ ബാധിച്ചുകൊണ്ടായിരിക്കാം, നമ്മൾ ഏറെ പ്രതീക്ഷിച്ച ഒരു സംഗതി നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, പല രീതിയിലുണ്ടാവും. അത് നമ്മളെ പ്രശ്നമാണ്, കാലത്തിന്റെ പ്രശ്നമല്ല. ഒരു കവി പാടിയല്ലോ, എന്ത് നഈബു സമാനനാ വൽഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു, കാലം ശരിയല്ല, കഷ്ടകാലമാണ്. എന്തൊരു കാലമാണിത്, എന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്?
ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ നമ്മളിങ്ങനെ പഴി പറയുന്നു. പക്ഷേ കാലത്തിനൊരു കുറ്റമില്ല, കാലത്തിനൊരു പ്രശ്നമില്ല. ആ കാലത്ത് നമ്മളുണ്ട് എന്നുള്ളതാണ് കാലത്തിനുള്ള തെറ്റ്, അഥവാ നമ്മൾ അതിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാലത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത പോരായ്മകളും നമ്മൾ ചെയ്ത തോന്നിവാസങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കും. ചിലപ്പോ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, സാബുദ് ദഹരി ദായിറു ബൈനൽ അംറൈൻ, കാലത്തെ കുറ്റം പറയുന്ന ആൾ രണ്ട് നിലപാടിലായി, രണ്ട് രീതിയിലായിരിക്കും ഉണ്ടാകുക. അഥവാ കാലത്തെ കുറ്റം പറയുന്ന ആള് ഒന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കുറ്റം പറയുന്നത്. കാരണം നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റിനെ കുറ്റം പറയണം. ഇപ്പൊ ഒരു സാംസങ്ങിന്റെ ഫോണ്, ആ ഫോണ് നമ്മൾ വാങ്ങിയത് മുതലേ പ്രശ്നം. ഒരു 50,000 ഉറുപ്പിക എടുത്ത് വാങ്ങിയതാണ്, അല്ല 1,00,000 ഉറുപ്പിക എടുത്ത് വാങ്ങിയതാണ്. ഭയങ്കര പ്രതീക്ഷയിൽ ഭയങ്കര ഹൈപ്പൊക്കെ ഉള്ള വലിയ സംഭവം ധരിച്ച് വാങ്ങിയതാണ്. വാങ്ങിക്കൊടുന്ന് നമ്മളൊരു 4-5 മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ അതിന്റെ ഡിസ്പ്ലേ തകരാറായി, അതിന്റെ സൗണ്ടിന് ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ഓരോ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ കുറ്റം പറയും. ആരെയും കുറ്റം പറയുന്നത്? ആരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്? ഈ ഫോണിനെയാണ് കുറ്റം പറയുന്നത്? അല്ല, ഇത് നിർമ്മിച്ചവനാണ്, ഇതിന്റെ കമ്പനിയാണ് കുറ്റം പറയുന്നത്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കേവലം ഈ പ്രൊഡക്റ്റിനല്ല കുറ്റം പറയുന്നത്, അതിന്റെ കമ്പനിയാണ് കുറ്റം പറയുന്നത്. ഈ കാലം ആരുടേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയാണ്. അപ്പൊ അള്ളാനെയാണോ കുറ്റം പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളയാണ് ഖദറാക്കിയത്, അള്ളയാണ് തീരുമാനിച്ചത്. എന്നിട്ട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെയാണ് അവൻ കുറ്റം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഫഇന്നഹു ഇദാ തഖദ അന്ന ദഹറ ഫാഇൽ മഅല്ലാഹി ഫഹു മുശ്രിക്, കാലമാണ് തനിക്ക് ഇത് വരുത്തി വെച്ചത്, കാലക്കേടാണ്, കാലമാണ് വരുത്തി വെച്ചത് എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? അവൻ മുശ്രിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവന്റെ അല്ലാഹുവാണ് എല്ലാം ഖദറാക്കിയത്. അതിന് പകരം കാലമാണ് തീരുമാനിച്ചത്, കാലമാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മുശ്രിക്കാണ്. ഇനി അതല്ല, ആ കാലത്തിൽ അല്ലാഹുവാണ് എനിക്ക് ഈ ഇടങ്ങാറൊക്കെ തരുന്നത് എന്ന്, അല്ലാഹുവാണ് എനിക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് അവൻ അറിയുക. എന്നിട്ട് ഈ കാലം അതിനെ ചേർത്തി പറയുകയാണെങ്കിൽ അവൻ അല്ലാഹുവിനെയാണ് കുറ്റം പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തെ ചീത്ത പറയരുത്. നമ്മളെ പ്രയോഗങ്ങളിലും അതേപോലെ തന്നെ സംസാരങ്ങളിലും ഒക്കെ വരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ഗൗരവമായി കാണണം. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല. ലാ തസ്ബുർ റീഹ, നിങ്ങൾ കാറ്റിനെ ചീത്ത പറയരുത്. ഫൈദാ റഅയ്തും മാ തക്റഹൂന, കാറ്റ് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും, നിങ്ങളെ കാറ്റടിച്ചത് കൊണ്ട് നിങ്ങളുടെ വീട് തകർന്നു, നിങ്ങളെ കൃഷിനാശമുണ്ടായി, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹ്, പടച്ചറബ്ബേ ഈ റീഹിന്റെ നന്മ എനിക്ക് കൊണ്ടാ എന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോ ഈ കാറ്റുകൊണ്ടായിരിക്കും മറ്റു ചില ആളുകൾക്ക് ഖൈറുണ്ടായിട്ടുണ്ടാകുക. മഴയെ കുറ്റം പറയുന്ന ആളുകൾ, മഴ കൊണ്ട് അവർക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങൾക്ക് ആ മഴ കിട്ടാൻ അതിന്റെ ആവശ്യക്കാർ പോലെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്, ഈ പ്രയാസം ഉണ്ടായത് ഇവൻ ചെയ്ത എന്തെങ്കിലും ദോഷമുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള പരീക്ഷണങ്ങളാവാം. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾ കാറ്റിനെ ചീത്ത പറയരുത്. അതിന് അല്ലാഹു സുബ്ഹാനഹു കാറ്റ് നിങ്ങൾക്ക് ആ നിലക്ക് ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, പടച്ചറബ്ബേ ഈ കാറ്റിനെ കൊണ്ട് എനിക്ക് ഖൈർ തരണേ, ഇതിലെന്തെല്ലാം ഖൈറുകൾ ഇതില് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം എനിക്ക് തരണേ, ഇതിലെന്തെല്ലാം ഷെറ് ഇതിലുണ്ടോ ആ ഷെറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ മഴ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൃഷിനാശം ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഖൈറിനെ ചോദിക്കുക പടച്ചറബ്ബിനോട്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മഴയെ കാറ്റിനെ കുറ്റം പറയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും, 3-4 കാര്യങ്ങൾ പറഞ്ഞു, പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞ് നമ്മുടെ സംസാരങ്ങളിൽ വരുന്ന നമ്മളെ ഖദറിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നുള്ളത് ഖദറിനെ ബാധിക്കുന്നതാണ്. ശൈത്താനിന് ശൈത്താൻ നമ്മളിലേക്ക് വരാനുള്ള കാരണമാകുന്ന പ്രവർത്തനമാണ്. അത് ശിർക്കുൻ അസ്ഗറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള കാലത്തെ
അള്ളാഹു അയക്കുന്ന കാറ്റിനെ, അതേപോലെ തന്നെ അവന്റെ പടപ്പായിട്ടുള്ള അവന്റെ സൃഷ്ടിയായിട്ടുള്ള മഴയെ, അവന്റെ സൃഷ്ടികളെ ചീത്ത പറയുന്ന അവസ്ഥയുണ്ടാകുന്നത്. ചിലപ്പോൾ നമുക്ക് ഹൈറ കിട്ടും, എപ്പോഴെങ്കിലും ഷെറ് കിട്ടുമ്പോൾ നമ്മൾ അതിനെ അങ്ങേയറ്റം ഒരു നശിച്ച കാറ്റ്, എന്തൊരു കാറ്റാണ്, വൃത്തികെട്ട കാറ്റ്, അതുകൊണ്ടാണ് ഇതുണ്ടായത് എന്ന് പറയാൻ പാടില്ല. കാരണം അത് അള്ളാഹുവിനെ, ഒരു പ്രൊഡക്റ്റിനെ കുറ്റം പറയുമ്പോൾ കമ്പനിയിലേക്കാണ് അത് എത്തുന്ന പോലെ അള്ളാഹുവിനെ കുറ്റം പറയുന്നതിന് കാരണമാകുന്നു. റഹ്മാനായ റബ്ബിനെ കുറ്റം പറയുന്നതിന്റെ ശിക്ഷ അത് ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസപരമായും ആചാരപരമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും ഇങ്ങനെ ഈ രീതിയിലുള്ള എന്തെങ്കിലും അബദ്ധങ്ങളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസപരമായതോ കർമ്മപരമായതോ എന്ത് പോരായ്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.